പറയുന്നു. കുറച്ച് പരിപാടികൾ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ ഓട്ടത്തിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ എനിക്ക്. വിശിഷ്ടാതിഥികളെ എത്തിയിരിക്കുന്ന എല്ലാ പ്രമുഖരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ എന്തായാലും കൂടുതൽ നീട്ടി കൊണ്ടുപോകുന്നില്ല. നീൽ സിനിമാസിനെ കുറിച്ചാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. അതിനു മുൻപായിട്ട് ഞാൻ എൻ്റെ ജേണി തുടങ്ങിയത് ഒരു വൺ ലൈനിൽ ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞ് നിർത്താം. ഞാൻ ഒരു 2000 സിനിമയിലേക്ക് വരാൻ വേണ്ടി ഒരു 10ാം ക്ലാസ് സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് തുടങ്ങിയതാണ്. അതിനുശേഷം ഒരു 2010 വരെ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ പോയി ചാൻസ് ചോദിക്കും. അവിടെ കയ്യക്ഷരം നല്ലതുള്ളതുകൊണ്ട് കോപ്പി എഴുതാൻ വേണ്ടി നിർത്തും. അപ്പോൾ അവിടുന്ന് ലൊക്കേഷനിലേക്ക് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഈ കയ്യക്ഷരം നല്ലതുള്ളതുകൊണ്ട് ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എഴുതാൻ വേണ്ടി ആളെ കിട്ടില്ല. ഇന്നാണ് 2010 ശേഷമാണ് DTP ഒക്കെ വന്നത്. അപ്പോൾ ആ സമയത്ത് സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന സമയത്ത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ട്, സിനിമ ലൊക്കേഷനിലേക്ക് പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ അമ്പലപ്പുഴ വഴി പോകുമ്പോൾ എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരു ഡയറക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ദിനേശൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോഴത്തേക്ക് ഞാൻ വേറെ സിനിമകളിലേക്ക് വർക്ക് ചെയ്ത് തുടങ്ങി. പുള്ളിയോടാണ് ജസ്റ്റ് ഒന്ന് ഞാൻ ഇത് സിനിമ ആഗ്രഹിച്ച് വരുന്നത്. സിനിമയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ആ സമയത്തൊക്കെ കോപ്പി എടുത്ത് നിൽക്കുകയായിരുന്നു. ഒരു സ്കൂളിൽ പഠിക്കുന്ന +2 ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അമ്പലപ്പുഴ വഴിയൊക്കെ പാസ് ചെയ്യുമ്പോൾ ഞാനത് വിനയ് സാറിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അമ്പലപ്പുഴ വഴി പോകുമ്പോൾ സാറിൻ്റെ വീടിൻ്റെ വാതിക്കെ ഒരു ബെൻസ് വൈറ്റ് കാറ് കാണും. ഞാൻ വിനയ് സാറിൻ്റെ പെങ്ങളുടെ വീടാണ്. അപ്പോൾ എനിക്ക് പിന്നെ അറിയാവുന്ന ഡയറക്ടർ എന്ന് പറയുന്നത് വിനയൻ സാറാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇൻഡിപെൻഡൻസും അങ്ങനെയുള്ള സിനിമയൊക്കെ B ക്ലാസ് തിയേറ്ററിൽ വരുമ്പോഴത്തേക്കുമാണ് കാണാൻ പോയിക്കൊണ്ടിരുന്നത്. എന്നുവെച്ചാൽ ആലപ്പുഴ ഒരു പോകണമെങ്കിൽ ഇച്ചിരി ചിലവാ. അപ്പം അവിടെ വെച്ചിട്ട് ഒരു തവണ സാർ അവിടെ സാറിനെ കണ്ടിട്ട് ഞാൻ കൈപോക്കി കാണിച്ചു, സാർ തിരിച്ചും കൈപോക്കി കാണിച്ചു. എനിക്ക് അതിൽ വന്ന ഒരു വലിയൊരു സന്തോഷം. അന്ന് സിനിമയിൽ എന്തെങ്കിലും എത്താൻ സാധിക്കുന്നത്, ഞാൻ സിനിമയിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചു. അതിനുശേഷം 2010 ആയപ്പോഴത്തേക്കും ആദ്യമായിട്ട് എന്നെ കൈപിടിച്ച് സിനിമയിലേക്ക് കൊണ്ടുവരുന്ന ലിയോ തദേവുസ് സാറാണ്. അദ്ദേഹം ഇന്ന് ഗോവയിലാണ്, അതുകൊണ്ട് ഇന്ന് വരാൻ പറ്റിയിട്ടില്ല സാറിന്. അപ്പം എന്നെ സിനിമ എന്ന് പറയുന്ന ആദ്യമായിട്ട് ക്ലാപ്പ് വെച്ച് തന്ന് എനിക്ക് കൃത്യമായിട്ട് ലെൻസിൻ്റെ ഡീറ്റെയിൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതിനുശേഷം നജീം കോയ ഇക്കയുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി, നജീം കോയയ്ക്ക് എത്തിയൊന്നും അറിയില്ല, അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തു. പിന്നെ ഒമർ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. അതിനുശേഷം ബിനു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. പിന്നെ അങ്ങനെ സിനിമയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നതിന് ശേഷം എനിക്ക് കഴിഞ്ഞ സിനിമയിൽ ഒരു അവസരം കിട്ടി. ആദ്യമായി ഡയറക്റ്റ് ചെയ്യാൻ ജോമോൻ എന്ന പയ്യനാണ് എനിക്ക് ആദ്യമായി സ്ക്രിപ്റ്റ് എത്തിക്കുന്നത്. ബേബി എടുത്തുക എന്ന് പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലെ ഒരു സിനിമ ആഗ്രഹിച്ചിട്ട് സിനിമയിൽ നിന്ന് മാറിയൊരു മനുഷ്യനായിരുന്നു. അപ്പൊ ആ മനുഷ്യന്റെ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ നേരെ ജോമോൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഈ സിനിമ ചെയ്യാം. അങ്ങനെ ഞാൻ നേരെ എൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ ചങ്ക്, എൻ്റെ അളിയൻ ആൻസനെ വിളിക്കുന്നു. അപ്പോൾ അളിയൻ ചെയ്യാമെന്ന് പറയുന്നു. സ്മിനി ചേച്ചി വിളിക്കുന്നു, സ്മിനി ചേച്ചി ചെയ്യാമെന്ന് പറയുന്നു. പിന്നെ നമ്മുടെ ആ സമയത്തേക്ക് ഷായി സാറ് എൻ്റർ ചെയ്യുന്നു. അങ്ങനെ ആ സിനിമ സംഭവിച്ചു. അതിനുശേഷം കുറച്ച് എന്താ പറയുന്നത്, കുറച്ച് നല്ല രീതിയിൽ ഇങ്ങനെ പോയി എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നീട് ഞാൻ അബാ മൂവീസിൽ വർക്ക് ചെയ്തു, ഒമർ സാറിൻ്റെ കൂടെ, ഷീലു മാമിൻ്റെ കൂടെ വർക്ക് ചെയ്തു, എബ്രാം സാറിനോട് വർക്ക് ചെയ്തു. ആ ടീമിൽ ഒരു നല്ലൊരു വൈബിൽ, കാരണം വെച്ചാൽ എന്നെ സംബന്ധിച്ച് സിനിമയാണ് എനിക്ക് വലുത്. അവിടുന്ന് ഞാൻ
അവിടെ അസോസിയേറ്റ് ആവുകയോ അല്ലെങ്കിൽ ഡയറക്ടർ ആവുകയോ എന്നുള്ളപരി എപ്പോഴും എനിക്ക് സിനിമ ചെയ്തുകൊണ്ടിരിക്കണം. ഇച്ചിരി വലിച്ചു നീട്ടുന്നൊന്നുമല്ല ബിബി എനിക്ക് ഇടയ്ക്ക് ഉപദേശം തരാറുണ്ട്. ഉപരി ചേട്ടൻ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ അറിയില്ല. അപ്പൊ ഞാനത് മാക്സിമം ഒന്ന് ചുരുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാം പറഞ്ഞു തീരുമ്പോഴത്തേക്ക് ചിലപ്പം ഈ വൺ ലൈൻ ചിലപ്പോൾ ഒരു തിരക്കഥയും മാറുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇപ്പം നിർത്താം. അപ്പം അങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിലാണ് നീൽ സിനിമാസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി എന്നിലേക്ക് എത്തുകയാണ്. നീൽ സിനിമാസ് എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്ഷൻ കമ്പനി എന്നിലേക്ക് എത്തുമ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞു. ആദ്യമായി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി സ്ക്രിപ്റ്റ് കേൾക്കാൻ പറഞ്ഞു. ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടു. അതിനുശേഷം അതിനകത്ത് കുറച്ച് കറക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നു. അതിനുശേഷം വീണ്ടും മൂവ് ചെയ്യുന്നു. പിന്നീട് അതിൻ്റെ ഒരു ബേസ് ഞാൻ നിങ്ങളോട് എല്ലാവരും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം ഒരു സിനിമയിൽ ഇങ്ങനെയും സിനിമ ചെയ്യാം എന്ന ഒരു ആശയം നീൽ സിനിമാസ് ഇന്ന് മലയാള സിനിമയ്ക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഇതിനകത്ത് ഒരുപാട് സൗഹൃദങ്ങൾ ചേർന്നിട്ടാണ് ഈ സിനിമയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ അവരുടെ ടോട്ടൽ ഫണ്ട് കൃത്യമായിട്ട് എത്ര പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ പരസ്പരം അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഏതൊക്കെ ദിവസങ്ങളിലേക്ക് ഫണ്ട് എക്സ്പെൻസ് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ ഫുൾ കോസ്റ്റ് 5 രൂപ മുടക്കുന്നതിന് 5 രൂപയുടെ കണക്ക് മാത്രമല്ല, അവന് പടത്തിന്റെ ഫുൾ കോസ്റ്റ് ഇപ്പം 3.5 കോടി എന്നുള്ള രീതിയിലാണ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം ബാക്കിയുള്ള കാസ്റ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതെല്ലാവരും അറിയിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എഗ്രിമെന്റ് ഉണ്ട് ഇതിനകത്ത്. ഈ പറയുന്ന രീതിയിൽ ഒരു പരസ്പര വിശ്വാസം ഉണ്ടാവുന്നത് എഗ്രിമെന്റിലൂടെയാണ്. അല്ലാതെ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ച് നിൽക്കുന്ന സിറ്റുവേഷനിൽ ഇവർ ചില കഥകൾ പറയും ഈ നീൽ സിനിമാസിലുള്ള ആളുകൾ. ആ കഥയെ കേൾക്കുമ്പോൾ ഇങ്ങനെയും സിനിമയിൽ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. കാര്യം ഫണ്ട് ഇറക്കുന്നു, എങ്ങോട്ടോ പോകുന്നു, പിന്നെ വേറെ വഴിക്ക് പോകുന്നു, അങ്ങനെ ഒരു സംഭവം. ഇത് അനുക്കുട്ടൻ എന്ന് പറയുന്ന പ്രൊജക്ട് ഡിസൈനർ നീൽ സിനിമാസ് ഉണ്ടാക്കിയത് അനുക്കുട്ടൻ എന്ന പ്രൊജക്ട് ഡിസൈനറാണ്. അദ്ദേഹത്തിന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. കാരണം അദ്ദേഹത്തിനോടുള്ള ഈ സിനിമയിലെ ഓരോ ഇൻവെസ്റ്റേഴ്സിനുള്ള വിശ്വാസം അത് കണ്ടിട്ട് എനിക്ക് ഇത്രയും പവർഫുൾ ആയിട്ട് ഓരോ പ്രൊഡ്യൂസേഴ്സും ചോദിക്കുന്നതിന്റെ ഡീറ്റെയിലിംഗ് ഈവൻ ഞാൻ ചോദിച്ചാൽ പോലും എനിക്കും അത് കിട്ടും. അപ്പോൾ എനിക്കത് ഭയങ്കര അതിശയമായിരുന്നു. അതിനുശേഷം എനിക്ക് ഈ പ്രോജക്റ്റ് കൊണ്ടുവരുന്നത് മെൽബിൻ കുരിശിങ്കൽ എന്ന് പറഞ്ഞ എൻ്റെ ബാല്യകാല സുഹൃത്തെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ക്ലാപ്പ് അടിച്ച് നടക്കുന്ന സമയത്ത് അവൻ ക്യാമറ പൊക്കിക്കൊണ്ട് നടന്ന ഒരു പയ്യനാണ്. അപ്പം ഞാനും അവൻ പ്രോജക്റ്റ് കൊണ്ടുവന്നു. അതിനുശേഷം രാഹുൽ കല്യാൺ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട റൈറ്റർ, അവൻ എത്ര സിനിമകൾക്ക് ഗോസ്റ്റ് റൈറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കണ്ണ് നിറഞ്ഞാലും അവൻ കണ്ണ് നിറയത്തില്ല. എന്നിട്ട് അവൻ ആദ്യമായിട്ട് പറഞ്ഞു, ഉപനിക ഈ സിനിമയിൽ രാഹുൽ കല്യാൺ എന്ന് എഴുതി കാണിക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തിലുപരി ഇപ്പൊ ഞാൻ വിഷമിക്കണോ അതോ സന്തോഷിക്കണോ എന്ന് അവൻ ചോദിക്കുന്നത്. അവന്റെ ഉള്ളിൽ എന്തുമാത്രം നീറുന്നുണ്ടെന്ന് പല സിനിമകളിലും ഞാനും ഗോസ്റ്റ് റൈറ്ററായിട്ട് പോയിട്ട് എഴുതാനിരിക്കുമ്പോൾ നമുക്ക് പേര് കിട്ടാതിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്തിട്ട് അറിയാലോ, ഇപ്പം ആർട്ടിസ്റ്റായിട്ട് പോകുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് മാറുന്നതിന്റെ ബുദ്ധിമുട്ട്, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. സിറ്റുവേഷണലി ചില ആർട്ടിസ്റ്റുകൾക്ക് പെട്ടെന്ന് ചാൻസ് പോകുന്നു. ചില റൈറ്റേഴ്സിന് എല്ലാം എഴുതി കഴിയുമ്പോൾ അവരുടെ പേര് മാറിപ്പോകുന്നു. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സിനിമയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പം അനുക്കുട്ടൻ ആദ്യം തന്നെ പറഞ്ഞു എഗ്രിമെന്റ് വിത്ത് പ്രൊഡക്ഷൻ കമ്പനി. ആ എഗ്രിമെന്റിലൂടെ തന്നെ ഈ സിനിമ ആദ്യമായി രാഹുൽ കല്യാണിന്റെ ഈ പേര് എന്നുവെച്ചാൽ അവൻ എന്നെ വിളിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഡയറക്ടർ പ്രൊഡ്യൂസർ രാഹുൽ കല്യാൺ അവിടെയായിരുന്നു ആദ്യം പോയത്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു പലരുടെയും പേര് വെക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, പലരെയും ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ സൈഡിൽ പോയപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇച്ചിരി വലുതാക്കി വെക്കാൻ പറ്റുമോ, ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ പടത്തിലും ബേബി ഇടത്തോടെ പേര് ഡയറക്ടർ പ്രൊഡ്യൂസർ റൈറ്റർ എന്ന് പറഞ്ഞ് ബേബി ചായന്റെ പേര് ഞാൻ വെച്ചു. കാരണം വെച്ചാൽ അത് കാണുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു ആവേശമുണ്ട്. എഴുത്തുകാരെയാണ് സിനിമയിലേക്ക് കൊണ്ടുവരേണ്ടത് ആദ്യം. ഏത് പ്രൊഡക്ഷൻ കമ്പനി ആണെങ്കിലും നല്ലൊരു എഴുത്തുകാരനെ കൊണ്ടുവന്ന നല്ല സിനിമകൾ ഉണ്ടാക്കാം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു ഫീൽ ഗുഡാണ് ചെയ്തത്. ഇപ്രാവശ്യം ഞങ്ങളൊരു കോമഡി ത്രില്ലറാണ് കൊണ്ടുവരുന്നത്. ബിബിയൊക്കെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇച്ചിരി ഓവറാകുന്നുണ്ടോ? ഉണ്ടല്ലേ, സോറിടാ. അല്ല ബിബിയാണ് എനിക്കിത് ചെയ്യുന്നത്.
താങ്ക് യു. കാര്യം ഇതുപോലെ ഒരു ഫംഗ്ഷന് പോയപ്പോഴത്തേക്ക് വിവി എന്നെ മാറ്റി നിർത്തി പറഞ്ഞായിരുന്നു, വിനി ചേട്ടാ സംസാരിക്കാൻ നീ വേറെ വഴിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ എനിക്കെന്താ പറയുക, കുറെ സംസാരിക്കാനുണ്ട്. എനിക്കെന്താ പറയുക, ഇവനെ കുറിച്ച് കുറച്ച് പറയാനുണ്ട്. അതുകൊണ്ടാ അതിലേക്ക് വീണ്ടും വരാം. അപ്പൊ അവന്റെ പേര് അവിടെ വന്നപ്പോ വിനിക്ക് ഇച്ചിരി വല്ല, ഞാൻ പറഞ്ഞു ഇല്ലടാ നമുക്ക് ഇവിടെ തന്നെ കൊണ്ടുവരാം, കാരണം റൈറ്ററിന്റെ പേരാണ് ഏറ്റവും വലുതായിട്ട് വരേണ്ടത്, അതുകൊണ്ട് നിന്റെ പേര് അവിടെ തന്നെ വരും എന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചു. ഇത്രയും കാര്യങ്ങൾ സ്മിതി ചേച്ചി വന്നേ. അപ്പൊ ഇത്രയാണ് എനിക്ക്. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിപ്പോ എന്തായാലും എന്റെ സ്വാഗത പ്രസംഗം ഞാൻ ഒറ്റ വാക്കിലേക്ക് നിർത്തിക്കോട്ടെ. അല്ലെ അതല്ല നല്ലത്. കാര്യം എനിക്ക് രാഹുലിനെ കുറിച്ച് പറയണമായിരുന്നു, നീൽ സിനിമാസിനെ കുറിച്ച് പറയണമായിരുന്നു, അതുകൊണ്ടാട്ടോ. അപ്പം ഇവിടെ എത്തിയ എല്ലാ വിശിഷ്ട അതിഥികൾക്കും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, എൻ്റെ കഴിഞ്ഞ ചിത്രമായ 19-ാം നൂറ്റാണ്ടിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന എൻ്റെ നാട്ടുകാരനായ എനിക്കേറെ ഇഷ്ടമുള്ള ചെറുപ്പക്കാരനാണ് ഉബൈനി. ഞാൻ ഷൂട്ടിംഗ് സമയത്ത് ചെറുതായിട്ട് ചെവിക്ക് പിടിക്കുമായിരുന്നു. ഈ സിനിമ കയറിയിട്ട് സിനിമ തലയ്ക്ക് പിടിച്ചിട്ട് വട്ടാകുന്ന ഒരവസ്ഥയുണ്ടല്ലോ മനുഷ്യന്. അത് ഇന്ന് ഈ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി അത് കറക്റ്റാണ്. കാരണം ഈ 19-ാം നൂറ്റാണ്ടിൽ അറിയാം, ഒത്തിരി ജൂനിയർ ആർട്ടിസ്റ്റ്, 10-500-600 ആർട്ടിസ്റ്റ്, 10-50 കുതിര ആർട്ടിസ്റ്റുകളെല്ലാം ഇതിൻ്റെയൊക്കെ പുറത്തിരുത്തി കറക്റ്റായിട്ട് ഒക്കെ റെഡിയാകുമ്പോഴാണ് ഞാൻ ഷോർട്ട് ആക്ഷൻ പറയുന്നത് തൊട്ട് മുമ്പ് ഒരാളെ കൈ പൊക്കേണ്ടി വരും. സാർ അത് ആക്ഷൻ പറയില്ല ഞാൻ നോക്കുമ്പോൾ സാർ അതെ 9-ാമത്തെ റോയിൽ നിൽക്കുന്ന പെങ്കൊച്ചിൻ്റെ സാർ കണ്ടില്ല, അതിൻ്റെ ഷോൾഡറിൽ എന്തോ ഇരിപ്പുണ്ട്, ആ രീതിയിലുള്ള അല്ലെ കൈ പൊക്കി പിടിച്ചിരിക്കുന്നു. അത് കാണത്തില്ല. അല്ല അത് സാർ അത് പ്രശ്നം സാർ. ഞാൻ പറയാം. അപ്പം ഞാൻ വൈകി കൂടെ വിളിച്ച് പറയും, ആ 8-ാമത്തെ റോയിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ തോളത്ത് എന്തുകൊണ്ട് മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞിട്ട് ആക്ഷൻ പറയും. എന്നാലേ പുള്ളിക്ക് സംതൃപ്തിയാകത്തുള്ളൂ. ആ ഒരു സംഭവം ഇന്നത്തെ പ്രസംഗത്തിലും കണ്ടെനിക്ക്. അങ്ങനെ നിങ്ങളൊക്കെ ഈ ഉബൈനിക്ക് നൽകിയ, ഇന്ന് ഇവിടെ നൽകിയ ഈ സന്തോഷമുണ്ടല്ലോ, നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് എല്ലാവരും വന്നിട്ട് കൊടുത്ത ഈ ഒരു അനുഗ്രഹം, അയാളുടെ പുതിയ പടം റിലീസ് ചെയ്യുമ്പോഴും ഉണ്ടാകണമെന്ന് മാത്രമാണ് എൻ്റെ ഒരു ആഗ്രഹം. എല്ലാ നന്മകളും നേരുന്നു. പുതിയ ഒത്തിരി ആൾക്കാർ വരട്ടെ. ഉബൈനി ഞാൻ ഒന്ന് പറഞ്ഞല്ലോ, സിനിമ ഫയറായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്ക് എത്ര കഷ്ടപ്പെട്ടാലും ഒരു ദിവസം ആ ഫയർ ഒരു തിരിനാളമായിട്ട് കത്തും. അതിൻ്റെ ഒത്തിരി അനുഭവമുള്ള ആളാണ് ഞാൻ. ഉബൈനിയെ പോലുള്ള ചെറുപ്പക്കാർക്ക് വീണ്ടും ആശംസകൾ നേരുന്നു. This is an emotional segment actually. ഇവരുടെ എല്ലാവരുടെയും പരസ്പര വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന ഒരു ഒഫീഷ്യൽ സെഗ്മെന്റ് ആണ് വേദിയിൽ നടക്കുന്നത്. Everybody give a big round of applause for this segment. വേദിയിൽ സ്ക്രിപ്റ്റ് കൈമാറുകയാണ് റൈറ്റർ കല്യാൺ, രാഹുൽ കല്യാൺ ടു പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ടീം നീൽ സിനിമാസിന്. And also producers team Neel Cinemas to director Ubaini Sarina script കൈമാറുന്നു. വേദിയിലിരിക്കുന്ന ഗുരുക്കന്മാർ, സദസ്സിലിരിക്കുന്ന ഗുരുക്കന്മാർ, ഈ ഫംഗ്ഷന് വേണ്ടി വന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ നന്ദി ആദ്യം അറിയിക്കുകയാണ്. സിനിമയെന്ന് പറയുമ്പോൾ എല്ലാവരും സ്വപ്നം കണ്ട പോലെ ഞാനും സ്വപ്നം കണ്ടു. ഒരുപാട് തേപ്പുകൾ കിട്ടിയ ആളാണ് ഞാൻ. പക്ഷേ ഇനി തേക്കാൻ ഞാൻ നിന്ന് കൊടുക്കില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു എനിക്ക്. കാര്യം ഈ ഗോസ്റ്റ് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പേരിനകത്ത് ഒതുങ്ങിപ്പോയ ആളാണ് ഞാൻ. അപ്പോൾ ഇനിയെങ്കിലും നമുക്ക് എൻ്റെതായ എഴുത്തുകളിലൂടെ മുന്നോട്ട് പോകണമെന്ന ആഗ്രഹത്തിലാണ് ശുക്രൻ എന്ന് പറഞ്ഞ
ഈ സബ്ജക്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരുടെയും ജീവിതത്തിലൊരു മോശ സമയം ഉണ്ടാവും. ആ മോശ സമയം കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരു നല്ല സമയം വരും. അതിന് നമ്മൾ പറയുന്നത് ശുക്രൻ എന്ന് പറയും. എൻ്റെ ലൈഫിലെ മോശ സമയം കഴിഞ്ഞു, ശുക്രൻ ആരംഭിക്കുകയാണ് എന്ന ലെവലിലാണ് ഞാൻ ഇതിൻ്റെ ടൈറ്റിൽ ശുക്രൻ ഇട്ടത്. അപ്പോൾ ഈ ശുക്രൻ ഈ എൻ്റെ ടീമിന്, അതായത് ഈ ഒരു നീൽ സിനിമാസ് എന്ന് പറഞ്ഞത് ഒരു കൂട്ടായ്മയ്ക്ക് അത് വന്ന ഒരു പ്രൊഡക്ഷനാണ്. എല്ലാം സുഹൃത്തുക്കൾ തന്നെയാണ്. ഇപ്പം ഇതിൻ്റെ സ്റ്റാർട്ടിങ് എടുത്ത സമയത്ത് പോലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയ കുറച്ച് പ്രൊഡ്യൂസേഴ്സ്, അതെല്ലാം സുഹൃത്തുക്കൾ തന്നെയാണ്. അവരോട് എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി ആദ്യം അറിയിക്കുകയാണ്. ഇതിനൊരു അവസരം തന്നവരാണ്. അത് പേരെടുത്ത് പറയുന്നില്ല, സഞ്ജു ചേട്ടൻ, ഗിരീഷ് ചേട്ടൻ, ജീമ സാറ്, സിജുബായ്, അങ്ങനെ ഓരോരുത്തരോടും, തമ്പുരാൻ സാറ്, എല്ലാവരോടും. അതിലുപരി ഈ കഥ ആദ്യം കേൾക്കുന്നത് വേറൊരു ഷൂട്ട് സൈറ്റ് വെച്ചിട്ടാണ്. ഞാൻ ബിബിൻ ജോർജിനോട് ആദ്യമായിട്ട് ഈ കഥ പറയുന്നത്. ബിബിൻ ജോർജിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കഥയുണ്ട്, നിങ്ങൾക്ക് കേൾക്കാമോ? കഥ കേട്ടപ്പോൾ ബിബിൻ പറഞ്ഞു, അവരുടെ നമുക്കിത് ചെയ്യാം, നിങ്ങൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ തുടങ്ങുന്നത്. അങ്ങനെ അനുകുട്ടൻ ചേട്ടൻ ധ്രുവാണ്. നമ്മൾ ക്യാമറമാനോട്ട് എത്തുന്നു, മെൽബിൻ വഴി ഉബൈനിലോട്ട് എത്തുന്നു. ഉബൈനോട് ഞങ്ങൾ കഥ പറയുന്നു. ഉബൈനിക്ക് കഥ വർക്കായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് 4 ജോണറാണ് ഇത് കൈകാര്യം ചെയ്യുന്ന ഈ സബ്ജക്റ്റ്. ഓരോ അരമണിക്കൂറിലും ജോണർ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. 4 ജോണർ ചേഞ്ച് ചെയ്യുന്ന ഒരു കോമഡി ത്രില്ലറാണ് ഈ സബ്ജക്റ്റ് ശുക്രൻ. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഇത്രയും നല്ലൊരു അവസരം എനിക്ക് തന്ന ദൈവത്തിനോടും ഗുരുക്കന്മാരോടും, കൂടാതെ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, കൂടാതെ ആർട്ടിസ്റ്റുകൾ, അതായത് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ, എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കൂടുതൽ പറഞ്ഞാൽ ഇമോഷനാവും. നന്ദി. ഇതിനൊപ്പം തന്നെ നമ്മൾ ക്ലാപ്പിംഗ് സെറമണി കൂടെ നടത്തുകയാണ്. സോ ക്ലാപ്പിങ്ങിനായിട്ട് നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട, നമുക്ക് എല്ലാവർക്കും അത്രയേറെ ഇഷ്ടമുള്ള ഒരാൾ മുൻനിരയിൽ തന്നെ മഞ്ഞ കുപ്പായം ഇട്ട് എത്തിയിട്ടുണ്ട്. ഏറ്റവും ആദ്യം തന്നെ എത്തിച്ചേർന്ന ആളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയേറെ ഇഷ്ടമുള്ള ടിനി ചേട്ടനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ് വെൽക്കം ടിനി ചേട്ടൻ ഓൺ ടു ദി സ്റ്റേജ് ഫോർ ദ ക്ലാപ്പ് സെഷൻ. എല്ലാവർക്കും നമസ്കാരം. നീൽ സിനിമാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഉബൈനി ഡയറക്റ്റ് ചെയ്യുന്ന, രാഹുൽ കല്യാൺ തിരക്കഥ ഒരുക്കുന്ന ശുക്രൻ എന്ന ചിത്രം ശുക്രനായി തന്നെ തീരട്ടെ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികൾക്കും ഒപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മീഡിയാസ്, ബാക്കി എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള ആശംസകൾ അറിയിക്കുന്നു. ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നവരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ പോകുന്ന ടെക്നീഷ്യൻസിനും എല്ലാവർക്കും എൻ്റെ എല്ലാ ആശംസകളും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ. എല്ലാവർക്കും നല്ല ഒരു ദിനം നേരുന്നു. മീഡിയ പ്രവർത്തകർക്കും വിശിഷ്ട വ്യക്തിയായിട്ട് ഇവിടെ ഉള്ള
ഏറ്റവും പ്രിയങ്കരനായ വിനയ് സാറിനും ബാക്കി എല്ലാ സുഹൃത്തുക്കൾക്കും മീഡിയ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ സിനിമയുടെ സംവിധായകൻ ബെയിനി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ അദ്ദേഹം അസോസിയേറ്റ് ആയിട്ടിരുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ എൻ്റെ പണി എന്താണെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഷർട്ട് എടുത്ത് തേക്കുക, പാൻ്റ് എടുത്ത് തേക്കുക, ഒരു സിനിമയുടെ പൂജയ്ക്ക് പോവുക, ഉച്ചയ്ക്ക് വീട്ടിൽ പോയി കൊണ്ട് കഴിക്കുക, വൈകുന്നേരം വേറെ സിനിമയുടെ പൂജയ്ക്ക് വരിക. ആ സിനിമയിൽ അഭിനയിക്കാനൊന്നും വിളിക്കുന്നില്ല, ഇങ്ങനെ പൂജയ്ക്ക് പോവുക, കാശ് കൊടുത്ത് കാറിന് പെട്രോൾ അടിച്ച് പൂജയ്ക്ക് പോവുക എന്നുള്ള പരിപാടി മാത്രമാണ് എൻ്റെ പരിപാടി. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. വളരെ അടുത്ത സുഹൃത്തുക്കളുടെ ഉബൈനെയൊക്കെ സിനിമ ചെയ്യുമ്പോൾ എന്നെ ഇല്ലാണ്ട് സിനിമ ചെയ്യില്ല എന്ന് പറഞ്ഞ ആളാണ് ഉബൈൻ. ഇല്ല ഞാൻ പറഞ്ഞേക്ക്, ഉബൈൻ ഇവിടെ ഇങ്ങനെ എന്നിട്ടാണ് പ്രസംഗിച്ചത്. ഉബൈനിക്ക് നിക്കക്കള്ളില്ല. അപ്പോൾ ഉബൈനി നല്ല സംവിധായകനാകും, നല്ല സിനിമ ചെയ്യും എന്നൊക്കെ എനിക്ക് ഉബൈനിയുടെ ഉത്സാഹം കണ്ടപ്പോൾ പണ്ട് കൂടെ സിനിമ ചെയ്തപ്പോൾ മനസ്സിലായതാണ്. എന്തെങ്കിലും സിനിമയിൽ വരും, സിനിമയോടുള്ള പാഷനും കാര്യങ്ങളൊക്കെ മനസ്സിലായതാണ്. ഉബൈനയുടെ ഈ സിനിമയ്ക്കും ഉബൈനയുടെ കൂടെ നിൽക്കുന്ന നിർമ്മാതാക്കൾക്കും ഇവരുടെ കുടുംബാംഗങ്ങൾക്കും അതിൻ്റെ ടെക്നീഷ്യനും ഈ സിനിമയ്ക്കും ശുക്രൻ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സിനിമയുടെ രക്തബന്ധുക്കളെ, ഇന്ന് ഉബൈനിയുടെ ദിവസമാണ്. നമ്മൾ വേറെ ഒന്നും തള്ളിയിട്ട് കാര്യമില്ല. ഉബൈനിയെ ഞാൻ ആദ്യം കാണുന്നത് വിനയൻ സാറിൻ്റെ 19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമയിൽ ഒരു 10,000 ജൂനിയർ ആർട്ടിസ്റ്റുകൾ. 19-ാമത്തെ നൂറ്റാണ്ടാണ്. അന്ന് മാറുമറക്കൽ സമരമൊക്കെ നടക്കുകയാണ്. വസ്ത്രം പോലും ഇല്ലാതെ സ്ത്രീകൾ നടക്കേണ്ട ഒരു അവസ്ഥ. ആ കാലഘട്ടത്തിൽ ഒരുപാട് ഭടന്മാരെങ്കിലും നിൽപ്പുണ്ട്. അപ്പോൾ സാറ് ബ്രേക്ക് പറഞ്ഞ ഉടനെ തന്നെ പലരും ഗ്ലാസ് എടുത്ത് വെക്കും, ചിലർ മാസ്ക് വെക്കും. പിന്നത്തെ ഷോട്ടിൽ കാണുമ്പോൾ ഈ നൂറ്റാണ്ടിലുള്ള ആൾക്കാരായിട്ടാണ് കാണുന്നത്. ചിലർക്ക് പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ട്. അപ്പം ഈ പല്ലിലുള്ള കമ്പിയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്രെയിമിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഇതെല്ലാം വളരെ മൈന്യൂട്ടായിട്ട് കണ്ടുപിടിക്കുന്ന ഒരാളായിരുന്നു ഈ ഉബൈനി. അന്ന് ഞാൻ ഉബൈനിയെ ശ്രദ്ധിച്ചതാണ്. പട്ടിപ്പണി എടുക്കണം എന്ന് പറഞ്ഞ് നാം കണ്ടിട്ടുള്ളത് സിനിമയിൽ സുഖസൗകര്യം ഉണ്ടായിരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ പട്ടിപ്പണി എടുത്തിട്ടുള്ള ഉബൈനിയെ ഞാൻ അവിടെ കാണുന്നു. അതിനുശേഷം ഞാൻ കാണുന്നത് ഷീലു അബ്രഹാം പ്രൊഡ്യൂസ് ചെയ്ത ബാഡ് ബോയ്സ്. അതിലെനിക്ക് വലിയ സ്പേസാണ് തന്നത്. അതിലും ഉബൈനി ഒരു സിനിമ സംവിധാനം ചെയ്ത് കഴിഞ്ഞിട്ടും അവിടെ ഒരു ഡയറക്ടറിൻ്റെ കീഴിൽ അസോസിയേറ്റ് ആയിട്ട്, അവിടെ ഒരു ഡയറക്ടറിൻ്റെ പവറും കാണിക്കാതെ അസോസിയേറ്റ് ആയിട്ട് നിന്ന് വർക്ക് ചെയ്യുന്ന സത്യസന്ധനായ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന്, ഒരു കലാകാരനേക്കാൾ കൂടുതൽ ഒരു മനുഷ്യൻ, എല്ലാവരെയും ഒരേപോലെ നോക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ കണ്ടത്. ഇത്രയും തള്ളിയാൽ പോലെ ഉബൈനി. ഇന്ന് ഉബൈനി പുണ്യാളനാവുന്ന ദിവസമാണ്. ഇങ്ങനൊരു ദിവസം നമുക്ക് കിട്ടില്ല. അപ്പോൾ അന്നുണ്ടായിരുന്ന എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും അടുത്ത സുഹൃത്തുക്കളാണ്. ഓരോരുത്തരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടി ഈ ക്ലാപ്പ് എന്ന് പറയുന്ന ഈ പരിപാടിക്ക് എന്നെ വിളിക്കുമെന്ന് ഞാൻ ഞെട്ടിപ്പോയി. കാരണം അതിനേക്കാളൊക്കെ എത്രയോ വലിയ ആൾക്കാർ. കാരണം നമ്മൾ മുൻനിരയിലാണ് ഇരിക്കുന്നതെങ്കിലും രാജീവ് ആലുങ്കലിനെ പോലത്തെ എഴുത്തുകാർ, വർമ്മ സാറിനെ പോലുള്ള എഴുത്തുകാർ, അവരൊക്കെ വേദിയിലിരുത്തേണ്ടതാണ്. പക്ഷേ നമുക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്നു പറയുമ്പോൾ അവിടെ ഇരുന്നു. പിന്നെ എല്ലാവരും വിളിച്ച് മുന്നിലിരുത്തിയാൽ ഞാൻ ഏറ്റവും ബാക്കിൽ പോയിരിക്കേണ്ടി വരും. പക്ഷെ അതുകൊണ്ട് ഒരു ബഹുമാനക്കുറവും കൊണ്ടല്ല, നമുക്ക് കിട്ടുന്ന സ്ഥലം അവിടെ വന്നിരുന്നെന്നുള്ള ഒരുപാട് പ്രഗത്ഭരാണ് ഇവിടെ ഉള്ളത്. എല്ലാം കഴിവുള്ള ആൾക്കാരാണ്. ആരെയും കുറച്ചായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. ശുക്രൻ എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് നല്ല സമയം എന്നുള്ളത്, അറബിയിൽ പറയുമ്പോൾ താങ്ക്സ് എന്ന് പറയും. അപ്പം രണ്ടും വളരെ പോസിറ്റീവായിട്ടുള്ള വേർഡാണ്. ഇത്രയും പേര് കണ്ടാൽ മതി ഈ സിനിമ വിജയിക്കാൻ. പല തിയേറ്ററുകളിൽ ഇത്രയും പേര് പോലും ഇല്ല. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് ഇത്രയും പേരുടെ സാന്നിധ്യം, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സാന്നിധ്യം, നിങ്ങളുടെ ബന്ധുക്കളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. നല്ലത് വരട്ടെ എല്ലാവർക്കും. താങ്ക് യു വെരി മച്ച്.
ഒഫീഷ്യലി വിളിക്കാം. പ്ലീസ് വെൽക്കം ഹൈദർ അലി സാർ ഓൺ ടു ദി സ്റ്റേജ്. സങ്കടം വന്നല്ലേ ഉപേനി? ഞാൻ ഉപേനിയെ കാണുന്നത് ഉപേനി അസോസിയേറ്റ് ചെയ്ത എല്ലാ സിനിമയിലും അഭിനയിച്ച ഒരു വ്യക്തിയാണ്. എല്ലാ സിനിമയിലും ഉപേനി ഡയറക്റ്റ് ചെയ്ത സിനിമയിലും ഞാൻ നല്ലൊരു വേഷം ചെയ്തതാണ്. ആ ഉപേനി ഒരു സംവിധായകൻ എന്ന നിലയിൽ, അതിനപ്പുറം ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. ഈ സിനിമ തുടക്കം മുതൽ എന്നോട് കാര്യങ്ങൾ പറഞ്ഞു. അതിലെനിക്ക് അഭിമാനമുള്ള എൻ്റെ നാട്ടുകാർ തൊടുപുഴക്കാരാണ് എൻ്റെ പ്രൊഡ്യൂസർമാരെന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനമാണ്. എൻ്റെ നാട്ടിൽ നിന്നും പ്രൊഡ്യൂസർമാർ വീണ്ടും സിനിമയിലേക്ക് വരുമ്പോൾ അവരോടൊപ്പം നിൽക്കുക എന്നത് എൻ്റെ ഒരു കർത്തവ്യമാണ്. ഇവർക്ക് വേണ്ട എല്ലാ സഹായവും തീർച്ചയായിട്ടും ഞാൻ ഈ സിനിമയിൽ ചെയ്തു കൊടുക്കുന്നു ഉറപ്പു പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ടൈറ്റിൽ പോലെ വലിയ ഒരു ശുക്രനായി തീരട്ടെ ഈ സിനിമ. ഉപേനി ഒരു കാര്യം കൂടെ പറയുന്നു. ഉപേനി പ്ലീസ് ഒരു കാര്യം കൂടെ പറയുന്നു. ഞാൻ പറഞ്ഞത് കേട്ടോ എന്ന് എനിക്കറിയില്ല. തൊടുപുഴക്കാരായ എൻ്റെ പ്രൊഡ്യൂസർമാരുടെ അടുത്തേക്കാണ് ഉപേനി എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ ഏറ്റവും വിജയിപ്പിക്കേണ്ട ഒരു കടമ എനിക്ക് കൂടി ഉള്ളതാണ്. ഫുൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഒരു വാക്കിൽ ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. മിനുനാഥിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഒരു ആധികാരികമായിട്ട് അവിടുന്ന് കുറേ പേരുകൾ പറഞ്ഞു തരുന്നോണ്ടേ വെൽക്കം മാം. നിങ്ങൾ എന്നാടാ വിളിക്കുന്നത്? ആ കോര വരുന്നോ? എല്ലാവർക്കും നമസ്കാരം. സ്റ്റേജ് പേടിയായിരുന്നു. എന്നെ പേടി മാറ്റി തന്നത് റാഹേൽ മകൻ കോര എന്ന മൂവിയാണ്. ഉപേനിയുടെ ഫസ്റ്റ് പടമായ റാഹേൽ മകൻ കോരയുടെ റാഹേൽ അമ്മയായിട്ട് അഭിനയിച്ചു. ആദ്യമായിട്ടാണ് എൻ്റെ പേര് ഞാൻ അഭിനയിക്കുന്ന എൻ്റെ ക്യാരക്ടറിൻ്റെ പേരിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റി. ഒരുപാട് എന്താണ് നമ്മുടെ പടത്തിന് നമ്മൾ എന്താണ് പറയുക? വാ വിനി, വാടാ, അല്ലെങ്കിൽ അടുത്ത പരാതി പറയാനാ എന്നും വിളിച്ച് എന്നെ വഴക്കുണ്ടാക്കുന്ന ധ്യാനൂട്ടൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്. അപ്പം റാഹേലമ്മയുടെ കോര എന്നെ സിനിമയിൽ കെട്ടിയോളാണ്ട മാലാഹ എന്നെ സിനിമയിൽ നിന്നും ഒരു നല്ലൊരു ഇങ്ങനെയാണ് അഭിനന്ദനം കിട്ടിയത് ബിബിനാണ്. ഫസ്റ്റ് കെട്ടിയോളാണ്ട മാലാഹ കണ്ടിട്ട് ആദ്യമായിട്ട് എനിക്ക് വരുന്നൊരു കോള്, എൻ്റെ അഭിനയം നല്ലതാണ്, എൻ്റെ വീട്ടിലെ ചേച്ചിയെപ്പോലെ അയലോക്കത്തെ ചേച്ചിയെപ്പോലെ കുഞ്ഞു കുറേ കൂട്ടുകാർ കൂടി വിളിച്ച്, അതാണ് എനിക്ക് ഏറ്റവും ആദ്യം കിട്ടിയൊരു അംഗീകാരം എൻ്റെ കഴിവിന്. അത് തന്നത് എൻ്റെ ബിബിനാണ്, സ്മിനോപ്പാണ് അല്ലേ. അപ്പം ഇനിയുമുണ്ട് ഒരുപാട് മക്കൾ, ഒരുപാട് അമ്മ വേഷങ്ങൾ ചെയ്തുകൊണ്ട് സിനിമയിൽ നിന്ന് ഒരുപാട് മക്കളുണ്ട്. അപ്പം ബിബിൻ പ്രോട്ടോകോൾ പ്രകാരം കറക്റ്റാണ്, അതൊന്നുമില്ലല്ലേ? ഓക്കെ, എന്തായാലും വിനയൻ സാർ ഉള്ളപ്പോൾ തന്നെ പറഞ്ഞേക്കാം. ഈ പുറകിൽ സംസാരിക്കുന്നവർക്ക് ഞങ്ങളുടെ ഈ ഫംഗ്ഷൻ ബുദ്ധിമുട്ടാവുന്നുണ്ടാവോ? എനിക്ക് മനസ്സിലായി, കാരണം കുറേ പേർക്ക് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അവിടെ നിന്ന് ചെറിയ കാര്യത്തിൽ സംസാരിക്കുന്നത്. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചേക്കുക, നമ്മളിവിടെ വന്നത് ഈ പരിപാടി അറ്റൻഡ് ചെയ്യാനാണല്ലോ, അതിൻ്റെ പേരിൽ നല്ലൊരു കയ്യടി പുറകിൽ നിന്ന് തന്നെ ആദ്യം. അതെ, നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ ഗുരുജനങ്ങളുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട അമ്മയുണ്ട്. അമ്മ അവിടെ ഇരിപ്പുണ്ട്, അവിടെ ഇരിപ്പുണ്ട്. കൈവോക്കി അമ്മച്ചി. അമ്മച്ചി അവിടെ ഇരിപ്പുണ്ട്. ഭാര്യ മോളുണ്ട്, അത് എടുത്ത് പറഞ്ഞു, മൈക്കിൽ കൂടി പറഞ്ഞു. എന്തിനാണ് ഭാര്യ? ഓക്കെ, ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി വേദിയിൽ നിൽക്കുകയാണ്. വിനയൻ സാറ് പോകുന്നതിന് മുമ്പ് എനിക്ക് ഈ പ്രസംഗം പ്രസംഗിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ താങ്ക് യു എന്നെ വിളിച്ചതിന്. വേറൊന്നുമല്ല, കുഞ്ഞുനാൾ മുതൽ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതിലുപരിയായിട്ട് സിനിമയിൽ നായകനാവണം എന്ന് സ്വപ്നം കണ്ട ആളാണ് ഞാൻ. വിനയൻ സാറോട് നേരിട്ട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ കുഞ്ഞുനാളിൽ ഇങ്ങനെ ഓരോ സിനിമകൾ കാണുമ്പോൾ ഇത് നമ്മൾക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് ആളുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുമല്ലോ, പല രീതിയിൽ, പല വാക്കിൽ, പല സാഹചര്യങ്ങളിൽ. അപ്പോൾ എപ്പോഴും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും വിനയൻ സാറിൻ്റെ പടങ്ങൾ കാണുമ്പോൾ വിനയൻ സാറുണ്ടല്ലോ, അങ്ങനെ ഒരു പ്രതീക്ഷയുടെ പേരായിരുന്നു എനിക്ക്
വിനയൻ സാറ്. അതിനു മുമ്പ് കൈയടിക്കുന്നത് നല്ല കൈയടിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരു പ്രതീക്ഷയുടെ പേരായിരുന്നു എനിക്ക് വിനയൻ സാറ്. കാരണം എന്തെങ്കിലും ഒരിക്കൽ അദ്ദേഹം എന്നെ കാണുകയും തിരിച്ചറിയുകയും ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരികയും അദ്ദേഹം എന്തെങ്കിലും എന്നെ ഒരു സിനിമയിലെങ്കിലും ഒരു സിനിമയിൽ നായകനാക്കിയില്ലെങ്കിൽ ഒരു ചെറിയ വേഷമെങ്കിലും തരുമെന്ന്. കാരണം എനിക്ക് ചെറിയ വേഷം പോലും സിനിമയിൽ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നീട് എന്നെ ദൈവാനുഗ്രഹത്താൽ നാദിർഷിക്ക വഴിയും ഷാഫി സാറ് വഴിയും റാഫി സാറ് വഴിയൊക്കെ സിനിമയിൽ വരികയും അദ്ദേഹത്തിന് പിന്നീട് ഞാൻ നായകനായി അഭിനയിച്ചതിന് ശേഷവും ഞാൻ സാറിനോട് വിളിച്ച് ചാൻസ് ചോദിക്കലുണ്ട്. അപ്പോൾ അദ്ദേഹം എനിക്ക് 19-ാം നൂറ്റാണ്ടിൽ നല്ലൊരു വേഷം തന്നതാണ്. പക്ഷെ എനിക്കന്ന് തിരുമാലി എന്ന് പറഞ്ഞൊരു പടം നടക്കുന്ന സെയിം ടൈമിലായതുകൊണ്ട് എനിക്കന്ന് പറ്റിയില്ല. ആ ക്യാരക്ടറാണ് മുസ്തഫ ചെയ്തത്. അതായത് നമ്മുടെ നായകനെ വിഷം കൊടുത്ത് കൊല്ലുന്ന കഥാപാത്രം അല്ലേ? കറക്റ്റ്. അപ്പോൾ വീണ്ടും അതിലേക്ക് വരുമ്പോൾ സാറിനി അടുത്ത 40 ദീപൊക്കെ തുടങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞു. ആ വിഷമം നമുക്ക് അങ്ങനെ തീർത്തേക്കാം സാറേ. ഉറപ്പായിട്ടും ഇവിടെ വെച്ച് തോർത്ത് വെച്ചിട്ട് പൊതിച്ച് ഉറപ്പിച്ചേട്ടാ. പിന്നെ ഈ പറയുന്ന പോലെ ഒരു സിനിമ കഴിഞ്ഞ് നായകനായി എപ്പോഴും എല്ലാവരും കുറേ പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ ഒരു സിനിമയാണ്, അതൊക്കെ എന്താ പറയുക ചക്ക വീണ് മുയിൽ ചാവുന്ന പോലെ സംഭവിക്കും, പിന്നീട് അങ്ങോട്ട് ഉണ്ടാവുമെന്ന് അറിയില്ല, അതുകൊണ്ട് നീ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ എന്നെ ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ എന്നെയും വിഷ്ണുവിനെ ഇഷ്ടപ്പെടുന്നവർ, ഞങ്ങളുടെ എഴുത്ത് ഇഷ്ടപ്പെടുന്നവർ, അന്ന് ഒന്നിൽ അവസാനിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ തന്നെ ഇത് ഇപ്പോൾ എൻ്റെ 10ാമത്തെ സിനിമയാണ് നായകനായിട്ട്. അതിന് നിങ്ങളോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. അത് ഞാൻ എൻ്റെ ഫ്രം മൈ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയാണ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക, ഈ സിനിമയും ഞങ്ങളെ അനുഗ്രഹിക്കുക. പിന്നെ ഇതിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് രാഹുൽ കല്യാണിൻ്റെ പേരാണ്. എപ്പോഴും ഒരു സിനിമ ഉണ്ടാവുന്നത് ആ തിരക്കഥാകൃത്തിൻ്റെ മനസ്സിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹമാണ് ആ സിനിമ ജനിപ്പിക്കുന്നത്, അതിൽ നിന്നാണ് പിന്നെ ബാക്കി എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രാഹുൽ കല്യാൺ ഈ സിനിമയ്ക്ക് വേണ്ടി ഓടിയ ഓട്ടം എന്ന് പറഞ്ഞാൽ അത്രയുണ്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമ അദ്ദേഹം വർക്കൗട്ടാക്കി എടുത്തത്. അതിന് കൂടെ നിന്ന അനുക്കുട്ടനും ഉപേനിച്ചേട്ടനും പിന്നെ ഞങ്ങളെ പ്രിയപ്പെട്ട എല്ലാ പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും വീണ്ടും നന്ദി പറഞ്ഞുകൊള്ളുന്നു. താങ്ക് യു. ഇനി ഈ പടത്തിൽ തന്നെ മറ്റൊരു നായകനായിട്ടുള്ള ആൻസൺ ബോളിന് മൈക്ക് കൈമാറുന്നതാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു വിനയൻ സാർ. വിനയൻ സാറിന് ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. ഒരുപാട് ആഗ്രഹമുണ്ട് നേരിട്ട് കാണണം, വർക്ക് ചെയ്യണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഈ ഒരു വേദിയിൽ അത് സംഭവിച്ച ഒരുപാട് നന്നായിട്ട് പറയുന്നു. ഞാൻ റാഹേൽ മകൻ കോര എന്ന് പറയുന്ന സിനിമ ഉബൈനയുടെ കൂടെ, ഉബൈനേനെ എനിക്ക് ഗാംബ്ലർ തുടങ്ങി അറിയാവുന്നതാണ്, എൻ്റെ പടത്തിൽ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ റാഹേൽ മകൻ കോര വന്നു. എനിക്ക് ഞാൻ ചെയ്യാത്തൊരു ക്യാരക്ടർ, എന്നെ അങ്ങനെ ആരും കാണാത്തൊരു ക്യാരക്ടറിലോട്ട് എന്നെ കൊണ്ടു നിർത്തി. സോ അതൊരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ തിരിച്ചും ജോയിൻ ചെയ്തു. അപ്പോൾ ഉബൈന ഉണ്ടായിരുന്നു ആ സിനിമയിൽ. അപ്പോൾ ഷീല ചേച്ചിയാണെങ്കിലും ബിബിനാണെങ്കിലും ബിബിനൊക്കെ ആയിട്ട് ഭയങ്കര ചങ്ക് പോലെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി. സെന്തിലും അതെ, അത് പിന്നെ പറയാം. അപ്പോൾ തിരിച്ചും അതേ ആൾക്കാരുടെ കൂടെ തിരിച്ചും ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ റാഹിലമ്മ താങ്ക് യു ഫോർ കമ്മിങ്. പിന്നെ ഈ സിനിമയിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? എൻ്റെ അമ്മയാണോ അല്ലേ തല്ലി തീർക്കുന്നില്ല. അപ്പൊ എന്തായാലും പ്രേക്ഷകർക്ക് ഇവിടെ അല്ലേ? അപ്പൊ താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു തിരിച്ചേട്ടാ. താങ്ക് യു സുധീരേട്ടാ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. സാധാരണ എന്നെ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ ആദ്യം ഡ്രാക്കുള എന്നാണ് പേര് പറയുന്നത്. ഡ്രാക്കുള സുധീർ എന്നാണ് വിളിക്കുന്നത്. എന്നെന്തോ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അത് വിനയ സാർ ഇരിക്കുന്നതുകൊണ്ട് ആയിരിക്കാം. എന്നെ മലയാള സിനിമയിലെ ഡ്രാക്കുള ആക്കിയ ആളാണ് വിനയ സാർ. കാരണം ഒരിക്കൽ സാർ എന്നോട് പറഞ്ഞിരുന്നു, എടാ നിന്നെ ഒരിക്കൽ ഡ്രാക്കുള സുധീർ എന്ന് അറിയപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ പറഞ്ഞു. പക്ഷേ ഇന്ന് സാറിൻ്റെ വാക്കുകൾ ഉണ്ടായി. ഇന്ന് എല്ലാവരും എന്നെ എല്ലാ പോസ്റ്ററിലും എല്ലാം വരുന്നത് ഡ്രാക്കുള സുധീറിനെ അടിച്ചു വരുന്നത്. ഏതായാലും ഒത്തിരി സന്തോഷം സാർ. സാറിന് മുമ്പിൽ സംസാരിക്കാൻ തന്നെ വലിയ പേടിയാണ്.
ഏതായാലും ഒത്തിരി സന്തോഷം. ഇവിടെ ഒബേനി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നടപ്പിലും ശ്വാസത്തിലും ഒക്കെ സിനിമയാണ്. സാറ് പറഞ്ഞ പോലെ സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന കഴിഞ്ഞ സിനിമയിൽ ബാഡ് ബോയ്സിൽ സത്യം പറഞ്ഞാൽ ഒബേനി എടുക്കുന്ന സ്ട്രെയിൻ കാണുമ്പോൾ ഒരിക്കലും ഒമർ ഭായിക്ക് ഇത്ര സ്ട്രെയിൻ ഇല്ല. അത്രയ്ക്ക് കഷ്ടപ്പാടാണ് ആ സിനിമയ്ക്ക് വേണ്ടി ബാഡ് ബോയ്സിൽ കഷ്ടപ്പെട്ടത്. എത്ര ദിവസം ഉറക്കവും ഒന്നും ഇല്ലാതെ അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഈ സിനിമ ഒരു വൻ വിജയമാവട്ടെ. ശുക്രൻ അദ്ദേഹത്തിൻ്റെ ലൈഫിലും ഇതിൻ്റെ പ്രൊഡ്യൂസർ, ഇതിനു വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന എന്താ പറയുക രാഹുലിനും എല്ലാവരും ഒത്തിരി സന്തോഷം. ഈ സിനിമ തരട്ടെ, വൻ വിജയമാകെ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട് പുതിയൊരു സിനിമയുടെ അനൗൺസ്മെന്റ്. പിന്നെ ബിബിൻ നമ്മുടെ ചങ്ക് എല്ലാം ഉണ്ട് അടുത്ത സിനിമയിൽ. വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഇപ്പം വിനയൻ സാറിന് മുന്നേ നിന്ന് സിനിമ റിലീസായതിനു ശേഷം ഒരു വേദി ഇട്ട് നിൽപ്പഴാണ്. ഇതുപോലൊരു മോനെ തന്നതിന് താങ്ക്സ് കേട്ടോ, ഡയറക്ടറായിട്ട്. അന്ന് ഒരുപാട് നല്ല പണിയെടുപ്പിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട്. ഇപ്പം പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഈ ടീമിന്, ക്രൂവിന് ഓൾ ദി ബെസ്റ്റ്. വലിയ ഹിറ്റാണ്. ബിബിനെ അടുത്ത പടം നമ്മൾ ഒന്നിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. Good evening, all of you. Sorry for that, I'm not able to speak Malayalam. Ubain, actually the director, recently is introduced to me. The way he is approaching really is very impressive. Recently actually he is introduced to me. I came from Mysore. Myself, I am a producer, director, small director. And I have my own outdoor unit, camera unit, everything for productions. So, Ubain really within short time is very close to me. See, for what extent he is close to me means, since morning I started my journey from Mysore. I came here to attend this program. Really, I am very much thankful to you all, so that I am standing before you. You have given a chance to me. That is standing before you all people. And really, after COVID, I think, so the activities in film field is little bit lower, is decreasing. But we all people should not leave it like that. We should uplift the activities in industry. Lot of people are depending on the industry for their livelihoods, earnings, everything. We should not leave as it is the situation. We should uplift the industry. For that, we should all keep cooperation, coordination and communication. If we all people will keep these three, definitely the industry will develop. The industry will definitely go for a top level. So that hereby I am requesting you all people to support the film industry, so that is to build up the industry. And meanwhile, Ubain and team, they are doing their best effort to produce this program, produce this project, so that all the best to producers, director, technicians, all team members, all the best. God bless you for the best success and good success. Thank you very much. സമയത്തിന് എത്താൻ പറ്റിയില്ല, അതിന് അതിയായ വിഷമമുണ്ട്. എങ്കിലും നമ്മുടെ ശുക്രൻ എന്നുള്ള പടത്തിൻ്റെ ഒരു പ്രൊഡ്യൂസറായും നമ്മുടെ തമ്പുരാൻ ഇൻ്റർനാഷണൽ ഫിലിംസ് ആൻഡ് ഈവൻസ് എന്നുള്ള ഇത് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ദയാഭാരതി എന്നൊരു പടം നമ്മൾ റിലീസ് ചെയ്തിരുന്നു. അത് ആദ്യത്തെ പടമായിരുന്നു. അതിനകത്ത് കുറേ വിജയങ്ങളും തോൽവിയും ഒക്കെ ഉണ്ടെങ്കിലും അടുത്ത ഉടനെ തന്നെ ഇന്നൊരു പടത്തിൻ്റെ തുടക്കം നമ്മളിവിടെ കുറിച്ചിരിക്കുകയാണ്. അതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഈ സിനിമയുടെ ഇൻഡസ്ട്രി എന്നുള്ളൊരു സാധനം നമുക്ക് എല്ലാവർക്കും വലിയൊരു കാര്യം തന്നെയാണ്. അതിൽ വിജയവും തോൽവിയും ഒക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷേ ഈ സമയത്തും എനിക്ക് പറയാനുള്ളത്, ദയാഭാരതി പടം എടുക്കുമ്പോൾ അത് ABCD അറിയാതെയും
ഒരു ഫിലിമിൻ്റെ ഇൻഡസ്ട്രി എന്താണെന്ന് മനസ്സിലാക്കാതെയും അതിലൊക്കെ ഞാൻ ഇറങ്ങി തിരിച്ചു. അതിനിടയിൽ പെട്ടുപോയതാണ് വിനയൻ അറിയാം. അതുപോലെ തന്നെ അതിൽ ഗോകുലം ഗോപാലൻ, AV അനൂപ് തുടങ്ങിയ നാച്ചിയമ്മ, ഇങ്ങനെ തുടങ്ങിയ കുറേ പ്രസിദ്ധ ആർട്ടിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതിലുപരി നമ്മുടെ ഹരിഹരൻ സിംഗർ, അദ്ദേഹം ആദ്യമായിട്ട് മലയാള പടത്തിൽ പാടി അഭിനയിച്ച ഒരു പടം കൂടെ ആയിരുന്നു. ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ പടത്തിൻ്റെ തുടക്കം ഇട്ടിട്ടുണ്ട്. ഇത് നമ്മളെല്ലാവരും ഒരു മനസ്സോടെയും ഒരു ശരീരത്തോടെയും നിന്ന് ഇതിൻ്റെ കഥാനായകനും നായികയും ഒക്കെ നല്ല വിധത്തിൽ ഇത് കൈകാര്യം ചെയ്ത് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തൊരു ഹിറ്റായിട്ട് ഈ പടം മാറണമെന്നതിന് നമ്മളെല്ലാവരും ഒരു മനസ്സായിട്ട് പ്രവർത്തിക്കണം, നമ്മളെല്ലാവരും ഒന്നായിട്ട് നിൽക്കണം എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. വിജയമാണ് നമ്മളെ ഒരു ലക്ഷ്യമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് മുമ്പോട്ട് പോകാൻ പറ്റും. അതുപോലെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് 3 പേരും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമസ്കാരം. ഗുഡ് ഈവനിങ് എവരിബഡി. എൻ്റെ പേര് ജി മോഹൻ. ഞാൻ ആക്ച്വലി ചെറുപ്പം മുതൽ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ച് നടന്നൊരു മനുഷ്യനാണ്. സാന്ദർഭികവശാൽ ജോലി സംബന്ധമായിട്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നാട് വിട്ട് പോകേണ്ടി വന്നു. പിന്നെ ഞാൻ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുണ്ട്. 4-5 സിനിമകൾ ഇതിനിടയ്ക്ക് ചെയ്തു. ബിബിൻ്റെ കൂടെ എനിക്ക് തന്നെ 1 പടം 2 പടം കണ്ടിപ്പോൾ ചെയ്തു. അങ്ങനെ 4 പടം ചെയ്തതിനകത്ത് 1-2 റിലീസ് ചെയ്യാനിപ്പോണ്ട്. 2 റിലീസ് ചെയ്തു. ബൈ ആക്സിഡൻ്റലി ഞാൻ പരിചയപ്പെട്ട കൂട്ടുകാരൻ എനിക്ക് 1-2 ഈ രാഹുൽ, അനുക്കുട്ടന്, ഇവരൊക്കെ ബൈ ആക്സിഡൻ്റലി വന്നാണ് എന്നോട് പറയുന്നത്, ചേട്ടാ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ചേട്ടാ ഒന്ന് കൂടണമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഒരു റിട്ടയർമെൻറ്റ് സ്റ്റൈൽ ലൈഫിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് ചെയ്ത് കയറിയൊക്കെ പോയേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ബൈ ആക്സിഡൻ്റലി വന്നതാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഫാമിലിയുടെയും എല്ലാ ആശംസകളും ഈ സിനിമയ്ക്കും നിങ്ങളുടെ ആശംസകളും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും ഉണ്ടായിരിക്കണം. വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് കീഷ് എന്നാണ്. ഇവിടെ കൂടി എല്ലാവർക്കും 1000 നന്ദി. ഈ ഞങ്ങളുടെ കഷ്ടകാലങ്ങളെല്ലാം മാറി ഈ സിനിമ ഒരു ശുക്രൻ ഞങ്ങൾക്കും ഇതിനെ അഭിനയിക്കുന്നവർക്കും എല്ലാവർക്കും തെളിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഗുഡ് ഈവനിങ് എവരിവൺ. ഞാൻ സഞ്ജു നെടുകുന്നേൽ. ഞാൻ ഈ സിനിമയുടെ ഭാഗമാവുന്നതിൻ്റെ എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്ത്, ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ സ്നേഹിതൻ ടിജു അർജുൻ, അദ്ദേഹത്തിൻ്റെ ബന്ധത്തിലൂടെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്. എന്തായാലും അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ രാഹുലിൻ്റെ ഒപ്പവും ഉബൈനിയുടെ ഒപ്പവും സ്ക്രിപ്റ്റ് കേൾക്കാനിടയായി. അപ്പോൾ ഈ പടം നന്നാവും എന്നൊരു ചിന്ത മനസ്സിൽ വന്നു. അങ്ങനെയാണ് ഈ സിനിമയുടെ ഭാഗമാകുവാനായിട്ട് തീരുമാനിച്ചത്. ഞാനും നേരത്തെ ജീവൻ ചേട്ടൻ പറഞ്ഞതുപോലെ ഞാനും ഒരു അഭിനയ മോഹിയാണ്. ഞാൻ ഏതാണ്ട് 10-25 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്. ഇപ്പോൾ സൂപ്പർ കൺമണി എന്ന സിനിമ സീരിയലിൻ്റെ TV നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അഭിനയമോഹമാണ് പ്രധാനം. എന്നാലും ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ആകുവാൻ അല്ലെങ്കിൽ ഒരു ഭാഗമാക്കുവാൻ കഴിഞ്ഞതിൽ അതിയായി സന്തോഷിക്കുന്നു. ഈ പടം വിജയിക്കുമെന്നുള്ള നല്ല ബോധ്യം മനസ്സിലുണ്ട്. നിങ്ങളെല്ലാം ഇതുപോലെയുള്ള അകവഴിഞ്ഞ ഈ സപ്പോർട്ട് മാത്രം മതി. ഈ പടം വലിയ തോതിൽ വിജയിക്കുമെന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. അതിനുള്ള നല്ല കാസ്റ്റ് ആൻഡ് ക്രൂ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും വലിയ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാകാൻ എനിക്കും ഒരവസരം ദൈവം തന്നു. ദൈവത്തിന് നന്ദി ആദ്യം പറയുന്നു. അതുപോലെ തന്നെ നെയിൽ സിനിമാസിൻ്റെ എൻ്റെ പ്രിയ സുഹൃത്ത് അനുകുട്ടൻ ഏറ്റുമാനൂർ, പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള തമ്പുരാൻ സാറ്, ജിമോൻ സാറ്, ഗിരീഷേടും, അതുപോലെ സഞ്ജു നെടുകുന്ന്, അങ്ങനെ എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ ഇതിൻ്റെ ഡയറക്ടർ ഉബൈനി മാഷ്, അതുപോലെ പ്രിയ സുഹൃത്ത് രാഹുൽ കല്യാൺ, നന്ദി പറയുന്നു. അതുപോലെ ഒരു കണ്ട സമയം മുതൽ
ഇപ്പോൾ വരെ ചിരിച്ചുകൊണ്ട് എപ്പോഴും നമ്മളോട് സംസാരിക്കുന്ന ഇതിൻ്റെ നായകൻ എൻ്റെ പ്രിയ സുഹൃത്തായ വിൻ ചേട്ടൻ. ചേട്ടൻ എന്ന് ഞാൻ വിളിക്കുമെങ്കിലും അപ്പം അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി പറയുന്നത് പോലെ തന്നെ ആൻസൺ ചേട്ടൻ നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ എല്ലാം ഗുരുസ്ഥാനീയരായിട്ടിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും, അതുപോലെ തന്നെ ടിനിച്ചേട്ടൻ ഒരുപാട് കാലമായിട്ട് വേദികളിൽ ഞങ്ങൾ കാണാറുള്ള കാർഷിക മേളയ്ക്ക് തൊടുകൂടെ വരുമ്പോഴും ഞാൻ പാടുമ്പോഴും ഒക്കെ ടിനിച്ചേട്ടനും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്ക് ബന്ധമുണ്ട്. എന്തായാലും ഇത്രയും ഗംഭീരമായ ഞങ്ങൾക്ക് ഒരു വരവേൽപ്പ് അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്രചോദനമായ ഇവിടെ വന്ന് എല്ലാ കലാകാരന്മാർക്കും അതുപോലെ തന്നെ കലാ ആസ്വാദകർക്കും സിനിമ ആസ്വദിക്കുന്നവർക്കും ഒക്കെ എൻ്റെ സുഹൃത്തുക്കൾക്കും ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഞങ്ങളുടെ ശുക്രൻ, നിങ്ങളുടെയും ശുക്രനാവട്ടെ സിനിമ വലിയ ഗംഭീരമാകാൻ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.